So hi guys, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അൺലൈൻ അക്കാഡമിയിലെ. സോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെ നമുക്ക് പിക്സൽ കണക്ട് ചെയ്യാൻ പറ്റും, എന്തിനാണ് ഈ പിക്സൽ ഫേസ്ബുക്കിൽ യൂസ് ചെയ്യുന്നത്, പിക്സലിന്റെ പേർപ്പസ് എന്താണ് ഈ പിക്സൽ എന്നൊക്കെ ഉള്ളത്. സോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ പിക്സൽ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഈ ടൂളിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ റീമാർക്കറ്റിംഗ് കോൺസെപ്റ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ വെബ്സൈറ്റിൽ ആരെങ്കിലും കയറിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസ് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി ആഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പിക്സലിന്റെ സഹായം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്സൽ നമ്മളെ വെബ്സൈറ്റിൽ കണക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഓഡിയൻസ് ലൈക്ക് AOB ആരെങ്കിലും നമ്മളെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ഈ പിക്സൽ പിന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലും ഒരു പിക്സൽ കണക്ട് ചെയ്ത് ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിയൻസിനും കൂടെ ചേർത്തിട്ടായിരിക്കും ആഡ് പോവുക. ഈവൻ ദോ അവർ ഒരു രീതിയിലും നമ്മളുമായിട്ട് ഇന്ററാക്ട് ഇല്ല, ജസ്റ്റ് വെബ്സൈറ്റ് വിസിറ്റ് മാത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ ഇതാണ് പിക്സലിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ പിക്സൽ ഡയറക്ട്ലി നമ്മളെ വെബ്സൈറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാഗ് മാനേജർ എന്നുള്ള പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഗൂഗിളിന്റെ ടൂൾ തന്നെയാണ് ടാഗ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അതും വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പിക്സൽ എവിടെ നിന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലൈൻസ്, അതായത് ആഡ്സ് മാനേജറിലോട്ട് പോവുക, ഓൾ ടൂൾസിൽ ജസ്റ്റ് ചൂസ് ചെയ്യുക. അവിടെ നമുക്ക് ഈവന്റ് മാനേജർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ഈവന്റ് മാനേജറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഈവന്റ് മാനേജറിലായിരിക്കും നമ്മൾ പിക്സൽ കണക്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ നിങ്ങൾക്ക് ബിസിനസ് സെറ്റിംഗ്സിന്റെ അവിടെ ഡേറ്റ ഫീഡിനകത്ത് നിങ്ങൾക്ക് പിക്സൽ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഡേറ്റ സോഴ്സിനകത്ത് പിക്സൽ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഏതൊക്കെ പിക്സൽ ഉണ്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈവന്റ് മാനേജറിൽ പോയാൽ മാത്രമേ പറ്റുള്ളൂ. സോ ഈവന്റ് മാനേജറിനോടെ പ്ലസ് എന്നുള്ള ഐക്കൺ കാണും, അല്ലെങ്കിൽ കണക്ട് ഡേറ്റ സോഴ്സ് എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ഡേറ്റ സോഴ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നോക്കേണ്ട കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ അക്കൗണ്ട് ആണെന്ന് മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആഡ് റൺ ചെയ്യാൻ നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ആപ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വെബ്സൈറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബിസിനസ് പോർട്ട്ഫോളിയോയിലോട്ട് മാൻഡേറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേ ലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ പിക്സലിന്റെ പേര് ജസ്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനിപ്പോൾ കറന്റ് അൺലേൺ ഡെമോ എന്നുള്ളൊരു പേരിലാണ് ഞാൻ അത് ഓപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അവർക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതായത് നമ്മളിത് കണക്ട് ചെയ്യാൻ, നമ്മളെ പിക്സലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ വെബ്സൈറ്റിന്റെ ലിങ്കും കൂടെ കൊടുക്കേണ്ടി വരും. സോ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടി അൺലേണിന് വേണ്ടി മാത്രം ഞാനൊരു ലിങ്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ആയിരിക്കും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നമുക്ക് ഗൈഡൻസ് എന്നുള്ള രീതിയിൽ അവർ റെക്കമെൻഡഡ് ഓപ്ഷൻ പറയുന്നുണ്ട്. ബട്ട് വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഡു ഇറ്റ് യുവർ സെൽഫ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ പിക്സൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ പിക്സൽ നമ്മൾ ജസ്റ്റ് ഓപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഈ പിക്സൽ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യുന്നത്. വെബ്സൈറ്റ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് ടാഗ് മാനേജർ. ഡയറക്ട്ലി നമുക്ക് കണക്ട് ചെയ്യാം. ബട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഡയറക്ട്ലി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ വെബ്സൈറ്റ് സ്ലോ ആകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് പിക്സലെ കണക്ട് ചെയ്യുമ്പം ഇത് ഏത് പിക്സലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് വരാൻ ചാൻസ് വരും. സോ അതിനേക്കാളും നല്ല ബെറ്റർ വി ക്യാൻ ഗോ ഫോർ ടാഗ് മാനേജർ. അതായത് നമുക്ക് ഓരോ പേര് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളെ പിക്സൽ പ്ലാറ്റ്ഫോം വരുന്നത്. ഈ പിക്സൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ ജസ്റ്റ് ഡേറ്റ സോഴ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കണക്ട് ചെയ്യാൻ, ഇപ്പോൾ അത് കണക്റ്റഡ് അല്ല കറന്റ്. അൺലേൺ ഡെമോ എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ കറന്റ് അത് കണക്റ്റഡ് അല്ല. കാരണം എന്താണ് അവർ പറയുന്നുണ്ട് ഡേറ്റ ഇപ്പോൾ കണക്റ്റഡ് അല്ല എന്നുള്ള രീതിയിൽ. നമ്മളിവിടെ ഇൻസ്റ്റാൾ മാനുവലി കൊടുത്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോഡ് കോപ്പി ചെയ്യാൻ പറ്റും. ഈ കോഡ് നമ്മൾ ടാഗ് മാനേജറിലോട്ട് പോയി അവിടെ പേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് നേരെ ടാഗ് മാനേജറിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ടാഗ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ന്യൂ ടാഗ് ക്രിയേറ്റ് ചെയ്യുക. ടാഗ് മാനേജർ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, അവൈലബിൾ ആണ്. സോ അവിടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. സോ നമുക്ക് അവിടെ ടാഗ് കോൺഫിഗറേഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ടാഗ് കോൺഫിഗറേഷനിൽ നിങ്ങൾ കസ്റ്റം HTML ആണ് നിങ്ങളിവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഓൾറെഡി HTML കോഡ് നമുക്ക് അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന്. സോ ആ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. ട്രിഗർ ചോദിച്ചിട്ടുണ്ട്. ട്രിഗർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏത് പേജിലാണ് ഇംപ്ലിമെന്റ് ആക്കേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പേജിൽ കൊടുക്കാം. പക്ഷേ സിംഗിൾ പേജിൽ കൊടുത്താൽ ആ പേജിൽ കയറിയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ. ഓൾ പേജസിൽ കൊടുത്താൽ നമ്മളെ ഫേസ്ബുക്കിൽ ഏതൊക്കെ പേജ് ഉണ്ട്, ഏത് പേജിലാണെങ്കിലും നമ്മൾ ഓഡിയൻസ് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങും. സോ നമ്മളിപ്പോൾ ഓൾ പേജസ് ആണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പേജസും ഓപ്റ്റ് ചെയ്യാൻ പറ്റും.
അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വരും. ഇവിടെ ഞാനിപ്പോൾ അൺലേൺ ഡെമോ എന്നുള്ള രീതിയിലാണ് ഞാൻ പേര് ഇപ്പോൾ കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാം. ഞാൻ ഇവിടെയാണ് ഇതിൻ്റെയാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് കുറച്ച് വേറെ തന്നെ. അതായത് ഏതൊക്കെ ടാഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ പിക്സലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടാഗ് മാനേജർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം മൾട്ടിപ്പിൾ പിക്സൽ നമുക്ക് ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൽ കണക്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ സിനാരിയോയിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് പബ്ലിഷ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. നമ്മളെ ടാഗ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി നമ്മളെ ഫേസ്ബുക്കിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ എടുത്തതിന് ശേഷം അവർ കുറച്ച് ഓട്ടോമാറ്റിക് അഡ്വാൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് നമ്മൾക്ക് ഇപ്പോൾ നമ്മളത് ഓപ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ടിന്യൂ എടുത്ത് ഗോ ടു പിക്സൽ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഡേറ്റ ഏകദേശം കണക്ട് ആയിട്ടുണ്ട്. സോ ഈ ഒരു പിക്സൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ഈവൻറ്റിൽ പോവുക. അവിടെ പോയതിനു ശേഷം ജസ്റ്റ് നിങ്ങളുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതായത് ഏത് പേജ് വ്യൂ ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. സോ പേജ് വ്യൂ ഉള്ളത് മാനുവലി സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഈ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതായത് ഈ ഒരു പിക്സൽ ഇപ്പോൾ കറന്റ് പ്രോസസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. സോ നമുക്ക് ഇനി ഈ ഒരു പിക്സൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്ര ഈസിയാണ് നമുക്ക് പിക്സൽ കണക്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ആദ്യം ഈവന്റ് മാനേജറിലോട്ട് വരിക. അവിടെ നമുക്ക് പിക്സൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പിക്സലിൻ്റെ കോഡ് നമ്മൾ ടാഗ് മാനേജറിൽ പേസ്റ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്കിതൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ പിക്സൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ വരുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. എങ്ങനെയാണ് റീമാർക്കറ്റിംഗ്, അതായത് ഈ ഒരു പിക്സൽ എങ്ങനെ നമുക്ക് ആഡിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് കസ്റ്റം ഓഡിയൻസും സേവ്ഡ് ഓഡിയൻസും അതേപോലെ തന്നെ ഓഡിയൻസിനെ പറ്റി നമ്മൾ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, ലുക്ക് ലൈക്ക് ഓഡിയൻസും. ഇതെല്ലാം ആ ഒരു വീഡിയോയിലും കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് വരുന്നത് പിക്സലിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ബാക്കി നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.